കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ 3ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സൂപ്പർവിഷനെ കുറിച്ചാണ്. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡയറക്റ്റിങ്ങിൻ്റെ 4 എലമെൻറ്റ്സ് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, leadership and also communication. These 4 are the major components of directing function of management. ഇതിൽ ഒന്നാമത്തെ എലമെൻ്റ് അഥവാ മാർഗനിർദ്ദേശ കർത്തവ്യത്തിൻ്റെ ഒന്നാമത്തെ ഘടകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം. സൂപ്പർവിഷൻ എന്നുള്ള ടേം നമുക്ക് 2 അർത്ഥതലത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. The term supervision can be understood in 2 ways. Firstly, it can be understood as an element of directing. ആദ്യമായിട്ട് നമുക്ക് ഡയറക്റ്റിങ്ങിൻ്റെ ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ എല്ലാ മാനേജേഴ്സും പെർഫോം ചെയ്യുന്ന ഒരു ഫങ്ഷനായിട്ട് ആ ഡയറക്റ്റിങ്ങിൻ്റെ ഒരു ഘടകമായിട്ട് നമുക്ക് ഡയറക്റ്റിങ്ങിനെ കാണാവുന്നതാണ്. ആൻഡ് സെക്കൻഡ്ലി, സൂപ്പർവിഷൻ ആസ് എ ഫങ്ഷൻ പെർഫോംഡ് ബൈ സൂപ്പർവൈസേഴ്സ് ഇൻ ദ ഓർഗനൈസേഷണൽ ഹൈറാർക്കി. സൂപ്പർവൈസർ എന്നുള്ള തസ്തികയിൽ ആ മാനേജറിയൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജറുടെ ചുമതലയായിട്ട് വേണമെങ്കിൽ നമുക്ക് സൂപ്പർവിഷനെ കാണാം. സൂപ്പർവിഷൻ എന്നുള്ള ആ ടേമിനെ 2 അർത്ഥതലത്തിൽ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. മേൽനോട്ടം എന്ന് പറയുന്നത് എല്ലാ മാനേജർമാരും പെർഫോം ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്നുള്ള ആ മാനേജറിയൽ ഫങ്ഷൻ്റെ ഒരു എലമെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഘടകമായിട്ട് നമുക്ക് സൂപ്പർവിഷനെ കാണാം. രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു വ്യക്തി ആ തസ്തികയിൽ പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് സൂപ്പർവിഷനെ കാണാവുന്നതാണ്. ഇത്തരത്തിൽ സൂപ്പർവിഷൻ എന്നുള്ള ആ ടേമിനെ നമുക്ക് 2 അർത്ഥതലത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾ സൂപ്പർവിഷനെ ഒരു മാനേജറിയൽ ഫങ്ഷനായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്നുള്ള മാനേജറിയൽ ഫങ്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഒരു എലമെൻ്റായിട്ട് വീക്ഷിക്കുന്നു. സോ സൂപ്പർവിഷൻ ബീങ് ആൻ എലമെൻ്റ് ഓഫ് ഡയറക്റ്റിംഗ്, ഈച്ച് മാനേജർ ഇൻ ദ ഓർഗനൈസേഷൻ സൂപ്പർവൈസേഴ്സ് ഈസ് സബോർഡിനേറ്റ്സ്. അപ്പോൾ എല്ലാ മാനേജരും അത് ലോവർ ലെവലാണെങ്കിലും മിഡിൽ ലെവലാണെങ്കിലും ടോപ്പ് ലെവലാണെങ്കിലും അവർ സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ തൻ്റെ കീഴ് ജീവനക്കാരെ എല്ലാ ലെവലിലുള്ള മാനേജർമാരും സൂപ്പർവൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെ സിംപിളി ഡയറക്റ്റിംഗ് എന്നുള്ള ഫങ്ഷൻ്റെ ഒരു എലമെൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് വീക്ഷിക്കാം. So every manager in the organization should supervise his subordinates. അപ്പോൾ എല്ലാ മാനേജർമാരും നിർവഹിക്കുന്ന ഒരു കർത്തവ്യം എന്ന നിലയിൽ സൂപ്പർവിഷൻ നമുക്ക് കണക്കാക്കാവുന്നതാണ്. So supervision can be understood as a process of guiding the efforts of employees and other resources to accomplish the desired objectives. ഈ സെൻസിൽ നമ്മൾ സൂപ്പർവിഷനെ കാണുമ്പോൾ സൂപ്പർവിഷൻ ഒരു പ്രോസസ്സായിട്ട് നമുക്ക് വീക്ഷിക്കാം ഓഫ് ഗൈഡിങ് ദ എഫേർട്സ് ഓഫ് എംപ്ലോയീസ്. എല്ലാ മാനേജർമാരും തൻ്റെ കീഴ് ജീവനക്കാരെ ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. ആ കീഴ് ജീവനക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്കിതിനെ വീക്ഷിക്കാം. അവിടെ കീഴ് ജീവനക്കാരെ മാത്രമല്ല, ഓൾസോ ദ ഫിസിക്കൽ റിസോഴ്സസ് അണ്ടർ ഹിസ് ചാർജ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ഫിസിക്കൽ റിസോഴ്സസിനെയും
അതോടൊപ്പം തന്നെ എല്ലാ ഹ്യൂമൻ റിസോഴ്സസിനെയും ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കർത്തവ്യമായിട്ടൊരു പ്രോസസ്സായിട്ട് നമുക്ക് സൂപ്പർവിഷനെ വീക്ഷിക്കാം. ഈ അർത്ഥതലത്തിൽ സൂപ്പർവിഷൻ നമ്മൾ നിർവചിക്കുന്നത് സൂപ്പർവിഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ്. വി ആർ ഗൈഡിങ് ദ ഹ്യൂമൻ ആൻഡ് ഓൾസോ the material resources in the organization. So it is the process of guiding the efforts of employees and other resources in the organization for accomplishing the desired objectives. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ ഫിസിക്കൽ റിസോഴ്സസിനെയും ഹ്യൂമൻ റിസോഴ്സസിനെയും ഗൈഡ് ചെയ്യുന്ന, നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവയ്ക്കെല്ലാം മാർഗദർശനവും അവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഗൈഡൻസും നൽകുന്ന ഒരു പ്രവർത്തനമായിട്ട് സൂപ്പർവിഷനെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ മാനേജർമാരും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഇൻ വിച്ച് ഹി വർക്ക്സ് ഷുഡ് പെർഫോം ദ സൂപ്പർവിഷൻ ഫങ്ഷൻ. അപ്പോൾ എല്ലാ മാനേജർമാരുടെ ഒരു ചുമതലയാണ് സൂപ്പർവിഷൻ. കാരണം എല്ലാ ജീവനക്കാരും തൻ്റെ കീഴ് ജീവനക്കാരെ ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. ആ കീഴ് ജീവനക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ എല്ലാ മാനേജർമാരും പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് സൂപ്പർവിഷൻ. ഇപ്പോൾ സൂപ്പർവിഷനെ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥതലത്തിൽ മനസ്സിലാക്കുമ്പോൾ എല്ലാ മാനേജർമാരും പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ് ദ എഫേർട്സ് ഓഫ് ദ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് അണ്ടർ ഹിം for achieving the desired objectives of the organization. സ്ഥാപന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആ മാനേജറുടെ കീഴിലുള്ള എല്ലാ ഫിസിക്കൽ ആൻഡ് ഓൾസോ ദ ഹ്യൂമൻ റിസോഴ്സസിനെയും ഗൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ്, ആ പ്രക്രിയയാണ് അവിടെ സൂപ്പർവിഷൻ. എന്നാൽ രണ്ടാമത്തെ അർത്ഥതലത്തിൽ നമ്മൾ സൂപ്പർവിഷനെ മനസ്സിലാക്കുന്നത് ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ആയിട്ടാണ്. സൂപ്പർവിഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് എ ഫങ്ഷൻ ടു ബി പെർഫോംഡ് ബൈ സൂപ്പർവൈസർ, എ മാനേജറിയൽ പൊസിഷൻ അറ്റ് ദ ഓപ്പറേറ്റീവ് ലെവൽ. അപ്പോൾ ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടി ആയിട്ട് സൂപ്പർവിഷനെ നമ്മൾ കാണുന്നു. ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നതാണെന്ന്. മാനേജ്മെൻറ്റ് ഹൈറാർക്കിയിൽ ഏറ്റവും ലോവർ ലെവലിലുള്ള മാനേജേഴ്സാണ് സൂപ്പർവൈസേഴ്സ്. അല്ലെങ്കിൽ അയാളെ നമ്മൾ ഫോർമൻ എന്ന് വിശേഷിപ്പിക്കും. ഒരു ഫാക്ടറി സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഫോർമൻ എന്ന് വിശേഷിപ്പിക്കും. അല്ലെങ്കിൽ ഒരു വർക്ക് സൈറ്റിൽ ചിലപ്പോൾ അയാളെ ഓവർസിയർ എന്നായിരിക്കും വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ അയാളെ സൂപ്രണ്ട് എന്നായിരിക്കും വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലൊരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഉള്ള ഒരു മാനേജറായിരിക്കും. അയാളുടെ ചുമതലയാണ് സൂപ്പർവിഷൻ. അതുകൊണ്ടാണ് നമുക്ക് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ആക്ച്വൽ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ സൂപ്പർവൈസേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പറയുന്നത് എന്ത്, ഓപ്പറേറ്റിംഗ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലെ ആൾക്കാരായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷണൽ ലെവൽ എന്ന് പറയാൻ കാരണം ഓപ്പറേറ്റിംഗ് വർക്കേഴ്സുമായിട്ട് നേരിട്ട് റിലേഷനുള്ള അല്ലെങ്കിൽ നേരിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നേരിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഈ സൂപ്പർവൈസേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ഒരു സൂപ്പർവൈസർ പെർഫോം ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയായിട്ട് നമുക്ക് സൂപ്പർവിഷനെ കാണാം. അപ്പോൾ എല്ലാ മാനേജേഴ്സിൻ്റെയും ചുമതലയല്ല ഈ ഒരു ചിന്താഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ. സോ ദ ഫങ്ഷൻസ് ഓഫ് ദ സൂപ്പർവൈസർ ആർ വൈറ്റൽ ടു എനി ഓർഗനൈസേഷൻ ബിക്കോസ് ഹി ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദ വർക്കേഴ്സ്. അപ്പോൾ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവർ എന്ന നിലയിൽ സൂപ്പർവൈസേഴ്സ് ഒരു സ്ഥാപനത്തിൽ കീ റോൾ വഹിക്കുന്നവർ തന്നെയാണ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലെ റോൾ എന്നതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണ്, സ്ഥാപനത്തെ സംബന്ധിച്ച് പ്രാധാന്യം അറിയിക്കുന്നതാണ് അവിടെ ലോവർ ലെവലിലുള്ള ഈ സൂപ്പർവൈസേഴ്സിൻ്റെ ചുമതല.
അപ്പോൾ ഇത്തരത്തിൽ സൂപ്പർവിഷനെ നമുക്ക് രണ്ട് അർത്ഥതലത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഒരു മാനേജീരിയൽ ഫങ്ഷനായിട്ട് എല്ലാ മാനേജേഴ്സും പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് സൂപ്പർവൈസറി ലെവലിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെ മാത്രം ഒരു ചുമതലയായിട്ട്. മാനേജ്മെൻറ്റിൽ എപ്പോഴും നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റിലാണ് ഊന്നൽ കൊടുക്കുന്നത്. എല്ലാ മാനേജർമാരുടെയും ചുമതലയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. തൻ്റെ കീഴിലുള്ള ജീവനക്കാരെ ഗൈഡ് ചെയ്ത് അവിടെ സ്ഥാപന ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത് എല്ലാ ലെവലിലുള്ള മാനേജേഴ്സിനും ചുമതലയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻ്റ് എന്ന നിലയിൽ എല്ലാ മാനേജേഴ്സും പെർഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. So in this sense, in the second sense, supervisor act as a connecting link between the workers and management. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സും പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് നമുക്ക് സൂപ്പർവിഷനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. രണ്ടിനും അതിൻ്റേതായ റെലവൻസ് ഉണ്ട്. എല്ലാ മാനേജേഴ്സും പെർഫോം ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നതും, എസ്പെഷ്യലി ലോവർ ലെവൽ മാനേജേഴ്സ്. അതുകൊണ്ടാണ് അവരെ സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ സൂപ്പർവൈസറി ലെവലിലുള്ള സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള മാനേജേഴ്സ് പെർഫോം ചെയ്യേണ്ട ഒരു ചുമതലയായിട്ടും സൂപ്പർവിഷനെ കണക്കാക്കാം. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ്റെ പ്രാധാന്യം എന്താണ് ഒരു ഓർഗനൈസേഷനിൽ? സോ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ്റെ പ്രാധാന്യം എന്താണ്? പ്രധാന 7 പോയിന്റുകളിലൂടെയാണ് നമ്മളിവിടെ സൂപ്പർവിഷൻ്റെ പ്രാധാന്യം വിശദമാക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോണ്ടാക്റ്റ് വിത്ത് ദ വർക്കേഴ്സ്. ഓപ്പറേറ്റിംഗ് വർക്കേഴ്സുമായിട്ട് അവിടെ പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന അവിടെ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെന്ന നിലയിൽ സൂപ്പർവൈസേഴ്സ് ഏറെ പ്രാധാന്യം അറിയിക്കുന്നവരാണ്. അപ്പോൾ സൂപ്പർവിഷൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസറാണ് നേരിട്ട് വർക്കേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളവർ. സോ സൂപ്പർവൈസേഴ്സ് മെയിൻറ്റെയിൻസ് ഡേ ടു ഡേ കോണ്ടാക്റ്റ് ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ദ വർക്കേഴ്സ്. ഇപ്പോൾ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതും അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ളതും സൂപ്പർവൈസേഴ്സാണ്. അതുകൊണ്ട് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതലായിട്ട് പെർഫോം ചെയ്യപ്പെടുന്ന ലോവർ ലെവലിലായതുകൊണ്ട് ആ സൂപ്പർവൈസറുടെ റോൾ എന്ന് പറയുന്നത് നേരിട്ട് വർക്കേഴ്സുമായിട്ടും ഇടപഴകുന്നവരാണ് അവർ. അവർക്ക് ഡേ ടു ഡേ കോണ്ടാക്റ്റ് ഓപ്പറേറ്റിംഗ് വർക്കേഴ്സുമായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലൂടെ അവിടെ സ്ഥാപനത്തിൽ ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ അവരുടെ റോള് ഭയങ്കര നിർണായകമാണ്. എ ഗുഡ് സൂപ്പർവൈസർ ആക്ട് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഓൾസോ ഫിലോസഫർ ടു ദ വർക്കേഴ്സ്. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൻ്റെ കീഴ്ജീവനക്കാരായിട്ടുള്ള വർക്കേഴ്സിന് ഒരു നല്ല ഗൈഡായിരിക്കും, നല്ലൊരു ഫ്രണ്ടായിരിക്കും, ഒരു ഉപദേശകനായിട്ടൊരു ഫിലോസഫറായിരിക്കും. And secondly, supervision is more important because he is a link between management and employees. ഒരു സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിനെയും അവിടെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എംപ്ലോയീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. ഒരു സ്ഥാപനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മാനേജ്മെൻറ്റും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ജീവനക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നത് സൂപ്പർവൈസേഴ്സാണ്. അപ്പോൾ സൂപ്പർവിഷൻ ഒരു സ്ഥാപനത്തിൽ വളരെ നിർണായക റോളുണ്ട്. ബിക്കോസ് സൂപ്പർവിഷൻ ആക്ച്വലി ലിങ്ക്സ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ എംപ്ലോയീസ്. സ്ഥാപനത്തിൻ്റെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിനെയും ദെൻ വർക്ക് ഫോഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് വർത്തിക്കുന്നത് സൂപ്പർവൈസേഴ്സാണ്. Supervisor act as a link between workers and management.
This role played by supervisors help to avoid misunderstandings and conflict between management and workers. നമുക്കറിയാം പലപ്പോഴും ഒരു ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ട് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ. വർക്കിംഗ് ക്ലാസ്സും മാനേജ്മെൻറ്റും എന്നുള്ള ആ ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും. വർക്കിംഗ് ക്ലാസ്സും അവിടെ ഓണേഴ്സ് എന്ന നിലയിൽ മാനേജ്മെൻറ്റും തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ പലപ്പോഴും തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ആശയവിനിമയം നടക്കാത്തതുകൊണ്ടുള്ള തെറ്റിദ്ധാരണകളിലൂടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളായിരിക്കും, അല്ലെങ്കിൽ തമ്മിലുണ്ടാകുന്ന ആശയസംഘട്ടനങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ സൂപ്പർവൈസേഴ്സ് ഒരു കണക്റ്റിംഗ് ലിങ്കായി വർത്തിച്ചുകൊണ്ട് അവിടെ മാനേജ്മെൻറ്റിനെയും വർക്കേഴ്സിൻ്റെയും ഒരു കോംപ്രമൈസിന് സഹായിക്കുന്ന ഒരു ഏജൻസിയായിട്ട് വർത്തിക്കുന്നുണ്ട്. So the role of supervisor help to avoid misunderstandings and also conflict between the management and workers. So truly, supervisors are connecting link between management and employees, thereby minimizing the conflict between them. And thirdly speaking, supervision helps to maintain ഗ്രൂപ്പ് യൂണിറ്റി എമംഗ് ദ വർക്കേഴ്സ്. ജീവനക്കാർക്കിടയ്ക്ക് ഒരു ഐക്യം ഉണ്ടാക്കുന്നതിലും പലപ്പോഴും ജീവനക്കാർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സൂപ്പർവൈസേഴ്സാണ് ഇടപെടുന്നത്. അത്തരത്തിൽ ഒരു ഗ്രൂപ്പ് യൂണിറ്റി, വർക്കേഴ്സിനിടയ്ക്ക് ഒരു ഗ്രൂപ്പ് യൂണിറ്റി ഉണ്ടാക്കാനും സൂപ്പർവൈസേഴ്സ് സഹായിക്കുന്നുണ്ട്. സൂപ്പർവൈസർ പ്ലേസ് എ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഗ്രൂപ്പ് യൂണിറ്റി എമംഗ് വർക്കേഴ്സ് പ്ലേസ്ഡ് അണ്ടർ ഹിസ് കൺട്രോൾ. സൂപ്പർവൈസർ പ്ലേസ് എ കീ റോൾ, ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇൻ മെയിൻറ്റെയിനിങ് ഗ്രൂപ്പ് യൂണിറ്റി അമംഗ് ദ വർക്കേഴ്സ് പ്ലേസ്ഡ് അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പോൾ തൻ്റെ കീഴിലുള്ള ജീവനക്കാരെ കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഒരുമയോടുകൂടി അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടിയിട്ട് സ്ഥാപന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് വി നോ ഹി സോർട്ട്സ് ഔട്ട് ഇന്റേണൽ ഡിഫറൻസസ് ആൻഡ് മെയിൻറ്റെയിൻ ഹാർമണി അമംഗ് ദ വർക്കേഴ്സ്. സോ ഹി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഗ്രൂപ്പ് യൂണിറ്റി among the workers placed under him. And fourthly speaking, he ensures performance of work. ഒരു സൂപ്പർവൈസറുടെ ചുമതല തന്നെ അതാണ്. തൻ്റെ കീഴിലുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടോ, നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് പാലിക്കുന്നുണ്ടോ, ഫിക്സ് ചെയ്ത ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് തീർച്ചയായിട്ടും ഒരു സൂപ്പർവൈസർ പരിശോധിക്കുന്നത്. വർക്ക് സൈറ്റിൽ അയാൾ ജോലി ചെയ്യുമ്പോൾ നേരിട്ട് ഫോർസീ ചെയ്ത് നേരിട്ട് ഓവർസീ ചെയ്തുകൊണ്ട്, നേരിട്ട് വീക്ഷിച്ചുകൊണ്ട്, ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ജീവനക്കാരുടെ വർക്ക് പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന നിലയിലും ഒരു സൂപ്പർവൈസർ റോൾ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. സൂപ്പർവൈസർ എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക് അക്കോർഡിംഗ് ടു ദ ടാർഗറ്റ് സെറ്റ്. ഓരോ വർക്കർക്കും വർക്ക് പെർഫോമൻസിൻ്റെ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നത്, നേരിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നത് ഒരു സൂപ്പർവൈസറാണ്. സോ സൂപ്പർവൈസർ എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക് അക്കോർഡിംഗ് ടു ദ ടാർഗറ്റ് സെറ്റ്സ്. ഹി ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ടാസ്ക് അച്ചീവ്മെൻറ്റ് ആൻഡ് മോട്ടിവേറ്റ് ഹിസ് വർക്കേഴ്സ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഓരോ വർക്കറും തൻ്റെ ജോലി കൃത്യസമയത്ത് നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം അയാളാണ് ഏറ്റെടുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാൻ കഴിയാത്തവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ബെറ്റർ വർക്ക് പെർഫോമൻസിന് അവരെ സഹായിക്കുന്നതും ഇത്തരം സൂപ്പർവൈസേഴ്സാണ്. And fifth point is that provides on the job training. സാധാരണ സൂപ്പർവൈസേഴ്സാണ് ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജോലി സ്ഥലത്ത് വേണ്ട പരിശീലനം
ജോലി ചെയ്യുമ്പോൾ തന്നെയുള്ള പരിശീലന സൗകര്യങ്ങൾ അല്ലെങ്കിൽ പരിശീലനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. സ്കില്ലായിട്ടുള്ള ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു നല്ല ട്രെയിനർ കൂടിയായിട്ട്, അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള വർക്കേഴ്സിന് ആവശ്യമായുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള കഴിവുള്ളവരായിരിക്കും. സോ ദേ ഓൾസോ പ്രൊവൈഡ്സ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നിടത്ത് ഇടപെട്ടുകൊണ്ട് ആവശ്യമായ ട്രെയിനിങ് നൽകുന്നതിലും റോളുണ്ട് സൂപ്പർവൈസേഴ്സിന്. സൂപ്പർവൈസർ പ്രൊവൈഡ്സ് ഗുഡ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു ദ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങൾ സൂപ്പർവൈസേഴ്സിന് ചെയ്യാൻ കഴിയും. എ സ്കിൽഡ് ആൻഡ് നോളജബിൾ സൂപ്പർവൈസർ ക്യാൻ ബിൽഡ് എഫിഷ്യൻറ്റ് ടീം ഓഫ് വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ മികവുറ്റ അറിവുള്ള ഒരു സൂപ്പർവൈസർ തീർച്ചയായിട്ടും എന്താണ്, നല്ലൊരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ദെൻ ഹി ഇൻഫ്ലുവൻസസ് ദ വർക്കേഴ്സ്. സൂപ്പർവൈസർ ആ ടീമിൻ്റെ ലീഡർ എന്ന നിലയിൽ, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഒരു നേതാവ് എന്ന നിലയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ ഇൻഫ്ലുവൻസിലൂടെ ഗോൾസ് ഈസിയായിട്ട് അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസറി ലീഡർഷിപ്പ് പ്ലേസ് എ കീ റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് ദ വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. എ സൂപ്പർവൈസർ വിത്ത് ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ക്യാൻ ബിൽഡ് അപ്പ് ഹൈ മൊറൈൽ എമംഗ് ദ വർക്കേഴ്സ്. അപ്പോൾ ജീവനക്കാരെ ലീഡ് ചെയ്തുകൊണ്ട് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് അവരിൽ ഒരു കൂറും വിശ്വസ്തതയും, സ്ഥാപനത്തിനോടുള്ള കൂറും വിശ്വസ്തതയും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതിൽ സൂപ്പർവൈസേഴ്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കുകൾ നൽകുന്നതിലും സൂപ്പർവൈസേഴ്സ് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. എ ഗുഡ് സൂപ്പർവൈസർ അനലൈസസ് ദ വർക്ക് പെർഫോംഡ് ആൻഡ് ഗീവ്സ് ഫീഡ്ബാക്ക് ടു ദ വർക്കേഴ്സ്. അപ്പോൾ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് ഓരോരുത്തരും വർക്ക് പെർഫോമൻസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് വർക്കേഴ്സിന് കൊടുത്തിട്ട് ആവശ്യമുള്ള മെച്ചപ്പെടുത്തലുള്ള അവസരങ്ങൾ അവർക്ക് നൽകുന്നതും ഒരു സൂപ്പർവൈസറാണ്. എ ഗുഡ് സൂപ്പർവൈസർ അനലൈസസ് ദ വർക്ക് പെർഫോംഡ് ബൈ the workers and give feedback to them. He suggests ways and means of developing work skills. അപ്പോൾ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, മാനേജ്മെൻറ്റിനെയും വർക്കേഴ്സിനും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്ന, അവരുടെ വർക്കേഴ്സിൻ്റെ ദൈനംദിന വർക്കിൽ ഇടപെട്ടുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറി റോൾ വഹിക്കുന്ന ആൾക്കാരാണ് സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സൂപ്പർവൈസേഴ്സിനെ ഒരിക്കലും സ്ഥാപനത്തിൻ്റെ ആ മാനേജ്മെൻറ്റ് ഹൈറാർക്കിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ചിലർ വാദിക്കാറുണ്ട് സൂപ്പർവൈസേഴ്സിന് നിർണായക റോളില്ല, അല്ലെ സൂപ്പർവൈസേഴ്സിൻ്റെ ആവശ്യമില്ല. അവിടെ വർക്കേഴ്സ് അവർക്ക് ഏൽപ്പിച്ച ടാർഗറ്റുകൾ ഫുൾഫിൽ ചെയ്യുന്നു, അവിടെ സൂപ്പർവൈസേഴ്സിന് റോളില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്കറിയാം ഒരു സൂപ്പർവൈസറുടെ റോള് സ്ഥാപന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വളരെ അനിവാര്യമാണ്. സോ ദാറ്റ് ഓൾ അബൌട്ട് ദ പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ. അപ്പോൾ സൂപ്പർവിഷൻ എന്താണ്, സൂപ്പർവിഷനെ കുറിച്ചുള്ള 2 കോൺസെപ്റ്റുകൾ നമ്മൾ കണ്ടു. ആൻഡ് ഓൾസോ we discussed in detail about the importance of supervision. 7 പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷനെ കുറിച്ചുള്ള 7 പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ചർച്ച ചെയ്തത്. ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. കോണ്ടാക്റ്റ് വിത്ത് ദ വർക്കേഴ്സ്. സെക്കൻഡ്ലി, ലിങ്ക് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്. തേർഡ്ലി, മെയിൻറ്റെയിൻസ് ഗ്രൂപ്പ് യൂണിറ്റി. ഫോർത്തിലി, എൻഷുവേഴ്സ് പെർഫോമൻസ് ഓഫ് വർക്ക്. Fifthly, provides on-the-job training. Sixthly, influences the workers. And seventhly, provides feedback. These all are the points of importance of supervision. ഡയറക്റ്റിങ്ങിൻ്റെ ഒന്നാമത്തെ എലമെൻ്റായിട്ട് നമ്മൾ അപ്പോൾ കണ്ടത് സൂപ്പർവിഷനാണ്. ദാറ്റ് ഓൾ അബൌട്ട് സൂപ്പർവിഷൻ.
In the next video, we shall discuss about the second element of directing function of management, that is motivation. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. Thank you all. Thank you for watching this video.